കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായിട്ടാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, സഹകരണ ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. കളക്ടറേറ്റിൽ മുമ്പിൽ പ്രകടനം സമാപിച്ചതിനെ തുടർന്ന് നടന്ന ധർണ CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ TR രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രായമായവരുടെ പെൻഷനും ഭിന്നശേഷിക്കാരുടെ പെൻഷനും കിടപ്പ് രോഗികളുടെ പെൻഷനും തകർക്കുകയും അവരുടെ പ്രത്യാശയെ നിരാശപ്പെടുത്തുന്നതുമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. 36 വർഷക്കാലം ഈ കേരളത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യമാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള VD സതീശന്റെ UDF ഗവൺമെന്റ് ഇപ്പോൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് പെൻഷൻ സഹകരണ വകുപ്പിൽ നിന്ന് മാറ്റുകയാണ്, സഹകരണ ബാങ്കുകളിൽ നിന്ന് മാറ്റുകയാണ്. അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കും. നേരത്തെയും ഇങ്ങനെയൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറ്റുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചതിൻ്റെ കാരണം അന്ന് അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായി പെൻഷൻ നൽകപ്പെട്ട സന്ദർഭത്തിൽ ഉയർന്നു വന്ന ഒട്ടേറെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ആവട്ടെ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങാം, അല്ലെങ്കിൽ നേരിട്ട് വാങ്ങാം. ഒരു ഓപ്ഷൻ അവർക്ക് നൽകി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് പെൻഷൻ. ഒരു 70-75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പെൻഷൻ പറ്റുന്ന പലരും യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്നവരാണ്, പലരും കിടപ്പ് രോഗികളാവും. അതുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ബാങ്കുകളിലെത്തി ഈ പെൻഷൻ വാങ്ങുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, അവർ നാഷണലൈസ്ഡ് ബാങ്കുകളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ അത് പതുക്കെ മാറ്റാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ട്രഷറി അക്കൗണ്ട് പോലും ന്യൂജൻ ബാങ്കിലേക്ക് മാറ്റണം എന്നാണ് VD സതീശൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. KCEU കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലേഖ അധ്യക്ഷനായിരുന്നു. സംഘടന കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് KC അനിൽകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.